വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു പെൻസിൽ പൗച്ച് വീട്ടിലിരുന്ന് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനം പെൻസിൽ പൗച്ചിന് വേണ്ട മെയിനായിട്ടുള്ള ഒരു ക്ലോത്ത്, പേപ്പർ സ്റ്റിഫ്, ലൈനിങ്, സിബ്, റണ്ണർ, ഇത്രയും സാധനങ്ങളാണ് നമുക്കതിന് ആവശ്യമുള്ളത്. നമ്മൾക്ക് അതിന് വേണ്ട അളവ് 10 ഇഞ്ച് നീളത്തിലും 9 ഇഞ്ച് വീതിയിലും ലൈനിങ്, സ്റ്റിഫ്, മെയിൻ ക്ലോത്ത്, ഇത്രയും സാധനങ്ങളാണ് തയ്ക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ സിബ് 11 ഇഞ്ച് നീളത്തിലുള്ള ഒരു സിബും അതിൻ്റെ റണ്ണറും. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ഈ പേപ്പർ സ്റ്റിഫ് നമുക്കൊന്ന് അയൺ ചെയ്യണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റിഫ് അയൺ ചെയ്ത് വെച്ച പീസിൻ്റെ ചീത്ത വശത്ത് ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം 9 ഇഞ്ച് വരുന്ന ഭാഗം 2 പ്രാവശ്യം 1/4 ഇഞ്ച് വീതം മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡും 1/4 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ 2 സൈഡും 1/4 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം സിബിൻ്റെ പല്ലുള്ള വശം, സിബിനെ 2ആയി പകുത്തെടുക്കുക. പല്ലുള്ള വശം ഇതുപോലെ വരുന്ന വിധത്തിൽ വെച്ച് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും പല്ലുള്ള വശം പുറത്തു വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ. അതിനുശേഷം നല്ല വശം അകത്തേക്കാക്കി മടക്കി സിബിൻ്റെ റണ്ണറിൻ്റെ പോലെ ഇരിക്കുന്ന വശത്തിൻ്റെ 2 സൈഡിൽ കൂടിയും സിബിനെ വെച്ച് കൊടുത്ത് റണ്ണറിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ക്ലോസ് ചെയ്തെടുക്കുക. വീണ്ടും ഒന്നുകൂടി റണ്ണറിനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അധികം വന്നു നിൽക്കുന്ന സിബിനെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം സിബിന്റെ ഭാഗം സെന്ററിൽ വരുന്ന രീതിയിൽ വെച്ച് 2 സൈഡും തയ്ക്കുക. അതിനുശേഷം സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഓരോ കോർണറും ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ ട്രയാങ്കിൾ പോലെ നമുക്ക് കിട്ടും, കോൺ പോലെ. അതിനെ ഒന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. ഇതുപോലെ 4 മൂലയും ചെയ്തെടുക്കുക.
4 മൂലയും ഇതുപോലെ ചെയ്തതിന് ശേഷം നല്ല വശം മറിച്ചെടുക്കുക. പത്ത് മിനിറ്റിനുള്ളിൽ അതിമനോഹരമായ ഒരു ക്ലോത്ത് കൊണ്ടുള്ള പെൻസിൽ പൗച്ച് റെഡി.